എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സൽ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിൻ്റെ പേര് സീസൺസ് ആൻഡ് ടൈം. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സീസൺസ് ആൻഡ് ടൈം. സീസൺസ് ആൻഡ് ടൈം എന്ന് വെച്ചാൽ ഋതുഭേദങ്ങളും സമയവും. ഓക്കെ, നമ്മൾ ലൈഫിൽ ഒരുപാട് ഒരു വേനൽ, അതുപോലെ തന്നെ മഴ, അതുപോലെ തണുപ്പ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് സീസൺസ് എന്ന് പറയുന്നത്. ഈ ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ റീസണ്, ദെൻ ഇത് സണ്ണുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതെല്ലാം ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയം. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് സീസൺസ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, റീസൺ ബിഹൈൻഡ് ദി സീസൺ. ഓക്കെ, റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് വേരിയേഷൻ in the amount of sunshine. Variation in the amount of sunshine ആണ് എന്തിൻ്റെ റീസൺ? നമുക്ക് സീസൺസ് വേരി ചെയ്യുന്നതിനുള്ള റീസൺ ആണ്. നമുക്ക് സൗരോർജ്ജ ലഭ്യതയിലുള്ള വ്യത്യാസമാണ് സീസൺസ് മാറുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, സൗരോർജ്ജത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ലഭ്യത മാറ്റം വരുന്നത്? അതിന് നമുക്ക് രണ്ട് റീസൺസ് ആണുള്ളത്. ഏതൊക്കെ റീസൺസ് ആണ്? ഒന്ന് റെവല്യൂഷൻ, രണ്ട് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. നമ്മൾ പറഞ്ഞു സീസൺസ് വ്യത്യാസപ്പെടുന്നതിന് കാരണം വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, സൗരോർജ്ജ ലഭ്യതയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണമാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഈ വേരിയേഷൻ ഓഫ് സൺഷൈന് കാരണമാണ് റെവല്യൂഷൻ ആൻഡ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിക്രമണം. ഓക്കെ, ദെൻ ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. ആക്സിസിൻ്റെ ടിൽറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അച്ചുതണ്ടിൻ്റെ ചരിവ്. ഓക്കെ, അച്ചുതണ്ടിൻ്റെ ചരിവാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താണ്? റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം. ഓക്കെ, ഇതിൻ്റെ ഇനിയും റെവല്യൂഷൻ, പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്? റെവല്യൂഷൻ അഥവാ പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒന്നാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റും എർത്ത് ഒരു എലിപ്റ്റിക്കൽ പാത്തിൽ റിവോൾവ് ചെയ്യുന്നു. അതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. പരിക്രമണം എന്ന് വെച്ചാൽ സൂര്യന് ചുറ്റും ഭൂമി ഒരു എലിപ്റ്റിക്കൽ പാത്ത്, എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? ദീർഘവൃത്താകൃതി. ഓക്കെ, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നു. അതാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ സീസൺസ് ഉണ്ടാകുന്നതിനുള്ള കാരണമാണ് പറഞ്ഞത്, അതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞു. അതിനുശേഷം രണ്ട് സബ് റീസൺസ് പറഞ്ഞു. റെവല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. ഓക്കെ, ദെൻ റെവല്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് parallelism of the earth axis. Parallelism of the earth
ആക്സിസ്. എന്താണ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് അച്ചുതണ്ടിൻ്റെ സമാന്തരത. പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, ഭൂമിക്ക് ഒരു ചെറിയ ചരിവുണ്ട് എന്ന്. ഈ ചരിവ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്ന് നോക്കാം. അതെന്ന് പറയുന്നത് കൺസിഡർ ദ എർത്ത്. നമ്മൾ എർത്തിനെ കൺസിഡർ ചെയ്യുകയാണ്. എർത്തിൻ്റെ ആക്സിസ് ഒരു ചെറിയ ചരിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെ ചരിഞ്ഞ് ഇരിക്കുന്ന എർത്ത്. ഓക്കെ, ഇതിനൊരു ഓർബിറ്റൽ പ്ലെയിനും ഉണ്ട്, ഒരു വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. ഓർബിറ്റൽ പ്ലെയിൻ എന്ന് വെച്ചാൽ പരിക്രമണ തലം, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് വെച്ചാൽ ലംബ തലം. ഓക്കെ, ദെൻ ഓർബിറ്റൽ പ്ലെയിനെ നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഓർബിറ്റൽ പ്ലെയിൻ. ഓക്കെ, ഓർബിറ്റൽ പ്ലെയിൻ അഥവാ പരിക്രമണ തലം. ഓക്കെ, ദെൻ വെർട്ടിക്കൽ പ്ലെയിൻ, ദിസ് ഈസ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഇതാണ് എന്ത്? ലംബ തലം എന്ന് പറയുന്നത്. എർത്തിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66.5 ഡിഗ്രി ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് പറഞ്ഞത്? എർത്തിൻ്റെ ആക്സിസ് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് ഒരു 66.5 ഡിഗ്രി ഇൻക്ലിനേഷൻ അഥവാ ചരിവ് ഉണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനും ആക്സിസും തമ്മിലുള്ള ഇൻക്ലിനേഷൻ അഥവാ ചരിവെന്ന് പറയുന്നത് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഇതാണ് എർത്തിൻ്റെ ഒരു ചരിവ് എന്ന് പറയുന്നത്. ഈ ചരിവ് എന്ന് പറയുന്നത് എർത്തിൻ്റെ റെവല്യൂഷൻ്റെ സമയത്ത് മുഴുവൻ ഈ ചരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ വെച്ചാൽ എന്താണ്? ഭൂമിയുടെ പരിക്രമണ സമയത്ത് മുഴുവൻ ഈ ഒരു ചരിവ് ഭൂമി എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിലനിർത്തുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. എന്താണ്? അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് റീസൺ ബിഹൈൻഡ് ദ സീസൺ, ദെൻ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ ഉണ്ടാകുന്നത് 2 റീസൺ, റെവല്യൂഷൻ ആൻഡ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. അതിനുശേഷം നമ്മൾ നോക്കിയത് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ് ആണ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഓർബിറ്റൽ പ്ലെയിൻ്റെ കാര്യം പറഞ്ഞു, വെർട്ടിക്കൽ പ്ലെയിൻ്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ്? ഓർബിറ്റൽ പ്ലെയിന് 66.5 ഡിഗ്രിയും വെർട്ടിക്കൽ പ്ലെയിൻ 23.5 ഡിഗ്രിയും ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതാണ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ്. ബാക്കിയുള്ള കാര്യം നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് apparent movement of the sun. Apparent movement of the sun. എന്താണ് apparent movement of the sun? Apparent movement of the sun എന്ന് പറയുന്നത് സൂര്യൻ്റെ അയനം. ഓക്കെ, മലയാളം വേർഡാണ് അയനം. ഓക്കെ, apparent movement of the sun. എന്താണ് apparent movement of the sun? Let's consider എർത്ത് നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് ഇക്വേറ്റർ, നോർത്ത് പോൾ, സൗത്ത് പോൾ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, ആർട്ടിക് സർക്കിൾ, Antarctic Circle, Tropic of Cancer, Tropic of
കാപ്രിക്കോൺ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ. നമ്മൾ പറയുന്നത് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ആണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം. ഓക്കെ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിലായിരിക്കും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ. ഓക്കെ, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്നപ്പോൾ പറയുന്നത് എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിൽ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിലായിരിക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ സൂര്യൻ്റെ രശ്മി നേരെ പതിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് പതിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. സ്ലാൻറ്റിംഗ് ആയിട്ട് പതിക്കുന്ന, അല്ലെങ്കിൽ ചരിഞ്ഞ് പതിക്കുന്ന സ്ഥലത്ത് വളരെയധികം ചൂട് കുറവായിരിക്കും. ഈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഇപ്പോൾ മനസ്സിലായല്ലോ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിലായിരിക്കും വരുന്നത്. അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് apparent movement of the sun and season, അല്ലെങ്കിൽ seasons and apparent movement of the sun. നമ്മുടെ ടെക്സ്റ്റ് നോക്കിയാൽ അറിയാം, ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെയായിട്ട് മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ഋതുഭേദങ്ങളും സൂര്യൻ്റെ അയനം ഋതുഭേദങ്ങളും അതുമായിട്ട് തമ്മിലുള്ള ബന്ധം. ഏതുമായിട്ട് തമ്മിലുള്ള ബന്ധം? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സണ്ണും സീസണും തമ്മിലുള്ള ബന്ധമാണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരുപാട് കണ്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഒരുപാട് ചാൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് പറയാനായിട്ട് ഈസി ആയിരിക്കും. സോ ആ ടേബിൾ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു എളുപ്പമാർഗ്ഗമായിട്ടാണ് നമ്മളിത് പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ സീസൺസ് ആൻഡ് ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ എന്ന ടോപ്പിക്കിൻ്റെ താഴെയായിട്ട് നമുക്ക് 3 സബ് ടോപ്പിക്കായിട്ട്, അല്ലെങ്കിൽ 3 ടേംസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഓക്കെ, 3 ടേംസ് ആണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഇക്വിനോക്സസ് അഥവാ സമരാത്ര ദിനങ്ങൾ, അല്ലെങ്കിൽ വിഷുവങ്ങൾ. Second one is summer solstice. അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റിസ്, അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, then winter solstice. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ശൈത്യ അയനാന്ത ദിനം. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് അതിൻ്റെ അകത്ത് കണ്ടൻ്റായിട്ടുണ്ട്.
പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ചുരുക്കമായിട്ട് ആ കണ്ടൻറ്റിലെല്ലാം പറയുന്നത് പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ്, ടേംസാണ്. ഏതൊക്കെയാണ്? ഇക്വിനോക്സസ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ. ഓക്കെ, ദെൻ സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടോപ്പിക് സമ്മർ സോൾസ്റ്റിസ് അല്ലെങ്കിൽ എന്ത് പറയുന്നു? ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിൻ്റർ സോൾസ്റ്റിസ്, വിൻ്റർ സോൾസ്റ്റിസ് ശൈത്യ അയനാന്ത ദിനം. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ടേബിൾ വഴി എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, ഡയറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് അങ്ങനെ നോക്കാം, പക്ഷേ ഈ ടേബിളിൽ നോക്കി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ട ഏതാണ്? മന്ത് അഥവാ മാസങ്ങൾ. ഓക്കെ, സെക്കൻഡ് കോളത്തിൽ എന്താണ് എഴുതേണ്ടത്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം. അതിനുശേഷമുള്ളത് സീസൺസ്. സീസൺസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സതേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണെന്ന് നോക്കാം. സീസൺസ് എന്ന് വെച്ചാൽ ഋതുഭേദങ്ങൾ. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഈ കോളത്തിൻ്റെ ടേബിളിൻ്റെ ഈ ഒരു ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? മന്ത് മാസങ്ങൾ, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ സൂര്യൻ്റെ അയനം, ദെൻ സീസൺസ് ഋതുഭേദങ്ങൾ. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്, സതേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്. ഓക്കെ, മാസങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? മാർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഫ്രം മാർച്ച് ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഫ്രം മാർച്ച് ടു ഏത് മാസം വരെ? അപ്പം നമ്മളൊന്ന് നോക്കാം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, മൂന്നാമത്തെ മാസം വെച്ച് എഴുതുക. ഓക്കെ, മൂന്നാമത് വരുന്ന മാസം വെച്ച് എഴുതുക. ഫ്രം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, അടുത്തത് എഴുതുമ്പോൾ ഈ ജൂണ് താഴോട്ട് എടുത്തെഴുതുക. ഓക്കെ, ജൂൺ ടു ഏത് മാസം വരെയാണെന്ന് നോക്കാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, അപ്പം സെപ്റ്റംബർ വേണം അടുത്തയായിട്ട് എഴുതാൻ. ഈ സെപ്റ്റംബറിനെ നമ്മൾ എന്ത് ചെയ്യണം? താഴോട്ട് എഴുതുക. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഡിസംബറിനെ ഫ്രം സെപ്റ്റംബർ ടു ഡിസംബർ എന്ന് എഴുതുക. ഈ ഡിസംബറിനെ എന്ത് ചെയ്യണം? താഴോട്ട് എഴുതണം. ഡിസംബർ ടു ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എഴുതുക. അപ്പോൾ ഈ മാർച്ച് തന്നെയാണ് എന്ന് പറയുന്നത് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ മാസം എങ്ങനെയാണ് ആ മാസത്തിൻ്റെ കോളം ഫിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ ഒരു ട്രിക്ക് പോലെ മനസ്സിലായല്ലോ. മാർച്ചിൽ തുടങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓരോ 3 മാസം വെച്ചിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, ജൂൺ മൂന്നാമത് വരുന്നതാണ്. സോ ജൂൺ. അങ്ങനെയാണ് നമ്മളിത് ഫിൽ ചെയ്ത് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും ഡേറ്റ്സ് ഇടണം. ഓക്കെ, ഡേറ്റ്സ് ഇടുന്ന ഉടനെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 21. ഓക്കെ,
ഇവിടെയും 21 ആണ്, മാർച്ച് 21, അത് ഓർത്ത് വെക്കുക. ഈ 21 തന്നെയാണ് ജൂണിൻ്റെ അവിടെയും വരുന്നത്. ഓക്കെ, 21, ഈ ജൂൺ 21 തന്നെയാണ് താഴേക്കും വരുന്നത്. സെപ്റ്റംബർ വരുമ്പോൾ 23 ആണ്. ഓക്കെ, 23 ആണ്, അത് ഒന്ന് ഓർത്ത് വെക്കുക. ഈ സെപ്റ്റംബർ 23 തന്നെയാണ് എന്ത് വരുന്നത്, താഴേക്കും വരുന്നത്. ഡിസംബർ 22, 23യുടെ ഒന്ന് കുറച്ച് നമ്മൾ എഴുതുവാണ്. 22, ഈ ഡിസംബർ 22 തന്നെയാണ് എവിടെ വരുന്നത്, താഴെ വരുന്നത്. ഈ മാർച്ച് ഏതാണ്, മാർച്ച് 21. ഓക്കെ, സോ മന്ത് അഥവാ മാസങ്ങൾ എങ്ങനെയാണ് എളുപ്പം എഴുതുന്നതെന്ന് മനസ്സിലായോ? മാസങ്ങൾ മാർച്ച് തൊട്ട് തുടങ്ങി 3 മാസം വെച്ച് കൂട്ടി നമ്മൾ എല്ലാ മാസങ്ങളും എഴുതുന്നു. അതിനുശേഷം ഡേറ്റ്സ് നമ്മൾ എഴുതുന്നു. ഓക്കെ, അതിനുശേഷം അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എങ്ങനെയാണ് ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഫ്രം ഇക്വേറ്റർ to Tropic of Cancer. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഇക്വേറ്റർ ഇതാണ്, അല്ലെങ്കിൽ എന്താണ് ഭൂമധ്യരേഖ ഇതാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ മുകളിലേക്കാണ് ഫസ്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഏതാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇക്വേറ്ററിൽ നിന്ന് മുകളിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ആദ്യത്തേത് എഴുതണം, ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. എങ്ങനെയാണ്, ഭൂമധ്യരേഖ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഉത്തരായന രേഖ. ഓക്കെ, അതെഴുതുക. ഈ കാര്യം തന്നെ നേരെ ഒന്ന് റിവേഴ്സ് ചെയ്ത് രണ്ടാമത് എഴുതി വെക്കുക. ഫ്രം Tropic of Cancer to Equator. എങ്ങനെയാണ്, ഉത്തരായന രേഖ ടു ഭൂമധ്യ രേഖ. അതിനുശേഷം അടുത്തത് എഴുതുന്നത് നമ്മളിത് ആദ്യം എങ്ങോട്ടാണ്, മുകളിലേക്കാണ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ താഴേക്ക് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അഥവാ ദക്ഷിണായന രേഖ. ഓക്കെ, ഇതുപോലെ തന്നെ താഴേക്കും എഴുതി വെക്കുക. ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഭൂമധ്യരേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ. ഓക്കെ, അത് എഴുതി വെച്ചു. ഇതിന് ശേഷം നമ്മളിത് റിവേഴ്സ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ 2 കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മന്തിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ദെൻ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം അതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം മുകളിലേക്കാണ് കൺസിഡർ ചെയ്യുന്നത്, അതാദ്യം എഴുതുക. അതിനുശേഷം അതൊന്ന് റിവേഴ്സ് ചെയ്ത് രണ്ടാമത് എഴുതുക. പിന്നെ അതിനുശേഷം താഴേക്ക് കൺസിഡർ ചെയ്യുക. താഴേക്ക് കൺസിഡർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം,
ഇവിടെ എഴുതുക. അതിനുശേഷം അത് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, അതിനുശേഷം നമുക്ക് സീസൺസ് നോക്കാം. ആദ്യം വരുന്നത് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. ആദ്യത്തെ രണ്ടും എസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സ്പ്രിംഗ് വസന്തം, സമ്മർ ഗ്രീഷ്മം, ഓട്ടം ഹേമന്തം, വിൻ്റർ ശൈത്യം. ഈ കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കുക. അതിനുശേഷം ഇനിയും സദേൺ ഹെമിസ്ഫിയറിലെ എങ്ങനെ എഴുതുക, സദേൺ ഹെമിസ്ഫിയറിലെ എങ്ങനെ ഓർക്കും. ഓക്കെ, എങ്ങനെ ഓർക്കുമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇംഗ്ലീഷിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഓട്ടം എന്ന് പറയുമ്പോൾ എയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർത്തിരിക്കാം. ഇത് ഇവിടേക്ക് എഴുതുക. അതിനുശേഷം ഇതൊരു സൈക്ലിക്കായിട്ട് ആണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടം എന്ന് ഇത് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓർത്ത് വെക്കുക. ഓക്കെ, ഓട്ടം. അതിനുശേഷം ഏതാണ്, വിൻ്റർ. അതിനുശേഷം സൈക്കിൾ പോലല്ലേ, അപ്പം വിൻ്ററിന് ശേഷം നേരെ മുകളിലേക്ക് വരിക. ഏതാണ്, സ്പ്രിംഗ്. അതിനുശേഷം ഏതാണ്, സമ്മർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ കോളം നമ്മൾ ഫിൽ ചെയ്യുന്നതിന് ഉള്ള ഒരു എളുപ്പമാർഗമാണ് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതി പോകേണ്ടതാണ്. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് പറഞ്ഞ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, മെത്തേഡ് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന്. ഫസ്റ്റ് ഈ മാസങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്ത്, ഓരോ മാസം മാർച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മൂന്നാമത് വരുന്ന മാസം വെച്ച് ഫിൽ ചെയ്തു. അതിനുശേഷം ഏതാണ്, ഡേറ്റ് നമ്മൾ ഓർത്ത് വെച്ച് എഴുതി. അതിനുശേഷം ഏതാണ്, നമ്മൾ ലൈൻസ് കൺസിഡർ ചെയ്ത് ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതൊക്കെ എങ്ങനെയാണ് മുകളിലേക്ക്, അതിനുശേഷം റിവേഴ്സ്, ദെൻ താഴേക്ക് റിവേഴ്സ്. അതിനുശേഷം ഇത് രണ്ടും ഇപ്പം SS, അപ്പം നമുക്ക് ഓർത്തിരിക്കാം അടുത്തടുത്ത് SS ആണ് വരുന്നത്. സോ സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ. അതിനുശേഷം അടുത്ത ഇതിലേക്ക് എഴുതുമ്പോൾ ഓർത്തിരിക്കാനായിട്ടാണ് ഈ ട്രിക്സ് പറയുന്നത്. ഓക്കെ, എ ആണ് ഓട്ടം, ദെൻ സൈക്ലിക്കായിട്ട് വിൻ്റർ, ദെൻ സൈക്ലിക്കായിട്ട് സ്പ്രിംഗ്, സമ്മർ. ഓക്കെ, ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 3 ടോപ്പിക്സും ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ പക്ഷേ ആ ഒരു ടെക്സ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റ്സും ഒരുപാട് കണ്ടൻറ്റും ഒരുപാട് കാര്യങ്ങൾ താഴെ കുറേ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ നോക്കുന്നുണ്ടേ കൺഫ്യൂഷൻ വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇക്വിനോക്സ് അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് നോക്കാം. ഓക്കെ, ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ നോക്കി മനസ്സിലാക്കാം. ഫസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാർച്ച് 21 ടു സെപ്റ്റംബർ 23, 2 ഡേറ്റ്സ്. ഓക്കെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മാർച്ച് 21 ടു സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 2 ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുക, ഇക്വേറ്ററിന് നേരെ മുകളിലായിട്ടായിരിക്കും സൂര്യൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ, അല്ലെങ്കിൽ എന്ത് പറയാൻ സാധിക്കും, ഭൂമധ്യരേഖയുടെ നേർ മുകളിലായിട്ടായിരിക്കും
സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇക്വേറ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് വെച്ച് നമുക്കൊന്ന് കണക്റ്റ് ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ഓർത്തിരിക്കും. ഇത് കാണാതെ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ ഡേറ്റ്സ് ഒക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊന്ന് കണക്റ്റ് ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡേറ്റ്സ് ഏതൊക്കെയാണ്? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഡയറക്റ്റ് നോക്കുക, ഇക്വേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഇക്വേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? apparent position of the sun in March 21 and September 23 is in the equator position. എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിട്ടായിരിക്കും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം. ഏത് ദിവസങ്ങളിൽ? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ജസ്റ്റ് ഈ കോളത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കീവേഡ്സ് കിട്ടും, പെട്ടെന്നത് ഓർത്തിരിക്കും. സോ അതിനെയാണ് ഈ രണ്ട് ദിവസങ്ങളെ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 2 ദിവസങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. വേറൊരു പേരും കൂടിയുണ്ട്, സമരാത്ര ദിനങ്ങൾ. ഓക്കെ, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും സമരാത്ര ദിനങ്ങൾ. സമരാത്ര ദിനങ്ങൾ അങ്ങനെ വെച്ചാൽ എന്താണ്? രാത്രിയും പകലും. ഓക്കെ, രാത്രിയും പകലും, ഡേയുടെയും നൈറ്റിൻ്റെയും ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. സമരാത്ര ദിനങ്ങൾ. ഡേയുടെ ദൈർഘ്യവും നൈറ്റിൻ്റെ ദൈർഘ്യവും സെയിം ആയിരിക്കും. അതിനാണ് സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇതാണെന്ത്? ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് അത്രയുമേ ഉള്ളൂ. എന്താണ് ഇക്വിനോക്സസ്? വിഷുവങ്ങൾ എന്താണ്? സമരാത്ര ദിനങ്ങളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അകത്തും തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഡേറ്റ്സ് നമ്മൾ പറഞ്ഞു ഈ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 ആണ്. സോ ഈസി ആയിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇക്വേറ്റർ എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇക്വേറ്ററിന് മുകളിലായിട്ടായിരിക്കും, നേരെ മുകളിലുള്ള ഒരു ആപേക്ഷിക സ്ഥാനം, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും. സോ ഈസി ആയിട്ട് ഇത് വെച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഓക്കെ, ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ, സമരാത്ര ദിനങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ നോക്കുന്ന ഏതാണ്? സമ്മർ സോൾസ്റ്റിസ്. സമ്മർ സോൾസ്റ്റിസ് അഥവാ എന്താണ്? ഗ്രീഷ്മ അയനാന്ത ദിനം. ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, ഇതിനി നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? ഈ ടേബിളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും നോക്കുക. സമ്മർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു വേർഡ് കിട്ടി. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കുക, ഈ സമ്മറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആയിരിക്കും എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. ഓർത്ത് വയ്ക്കാനുള്ള ഒരു ചെറിയ പോയിൻ്റാണ് പറഞ്ഞത്, സമ്മർ സോൾസ്റ്റിസ് ആണ്. സോ ഇതുമായിട്ട് ഏതോ, അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് നോക്കുക. ഈ ഒരു ഡേറ്റ്സ് നോക്കിയപ്പോൾ ഓൾറെഡി നമ്മൾ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 എന്താണ് എടുത്തു കഴിഞ്ഞു. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. പിന്നുള്ള ഏതാണ്? ജൂൺ 21 ആണ് പിന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ എന്താണ്? ജൂൺ 21 ആണ് ആരെന്ന് പറയുന്നത്? സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയുന്ന ഡേ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കാൻ ഈസി ആയിട്ടുള്ളൊരു വേ ആണ്. സമ്മർ സോൾസ്റ്റിസ്, സമ്മർ വെച്ച് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. സമ്മർ ഡേറ്റ്സ് നോക്കുക. ഓൾറെഡി നമ്മൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷമുള്ളത് പിന്നെ ഇതാണ് ജൂൺ 21 ആണ്. അപ്പം ജൂൺ 21 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പേ നോക്കിയപ്പോൾ
ഇക്വേറ്റർ വെച്ചാണ് കണക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്ത് പറയുന്നു, പിന്നുള്ള ആളാരാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്ന് പറയുന്ന ആളാണ് ബാക്കി നമുക്ക് കിടക്കുന്നത്. ഓക്കെ, സോ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ കൺസിഡർ ചെയ്യുന്നപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വെച്ചിട്ട് എന്ത് നമുക്ക് പറയാൻ സാധിക്കുന്നു? മാർച്ച് 21 ടു ജൂൺ 21 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു സമയം, ആ ഒരു കാലയളവിൽ സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ അഥവാ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നിന്ന് നമുക്ക് കൺസിഡർ ചെയ്യും. ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. ജൂൺ 21 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സണ്ണിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ അല്ലെങ്കിൽ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നു. ആ ദിവസത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേബിൾ വെച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കുക. ടേബിൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തായിരിക്കും? നമ്മൾ ഇക്വിനോക്സസ് പറഞ്ഞപ്പോൾ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ സെയിം ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് എന്നാണ് പറഞ്ഞത്. സോ ഇതിന് വരുമ്പം എന്ത് വരും? ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ഓക്കെ, ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും സമ്മർ സോൾസ്റ്റിസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് ലോങ്ങസ്റ്റ് ഡേ? ലോങ്ങസ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്താണ്? ദൈർഘ്യമേറിയ പകലായിരിക്കും നമുക്ക് ഉള്ളത്. ഷോർട്ടസ്റ്റ് നൈറ്റ്, ദൈർഘ്യം കുറഞ്ഞ രാത്രിയായിരിക്കും ഈ ദിവസമുള്ളത്. ഏത് ദിവസമാണ്? സമ്മർ സോൾസ്റ്റിസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഈ ടേബിൾ വെച്ച് നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യുവാമെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിൻ്റർ സോൾസ്റ്റിസ്. വിൻ്റർ സോൾസ്റ്റിസ് എന്താണ്? ശൈത്യ അയനാന്ത ദിനം. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ ഈ ടേബിളുമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടേബിളിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു? ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ്? വിൻ്റർ നമ്മൾ ഈ ഒരു ടേബിൾ വെച്ച് മുമ്പേ സമ്മറുമായിട്ട് കണക്ട് ചെയ്തു. സോ ഇതിനെ നമ്മൾ വിൻ്ററുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, വിൻ്ററാണ്. വിൻ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ മാർച്ച് 21 എന്ന് പറയുന്ന ഡേറ്റ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നിനിയും നമുക്ക് ഏതാണുള്ളത്? ഡിസംബർ 22 ആണ് നമുക്കുള്ളത്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. ഏതാണ് വരുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ഡിസംബർ 22 ആണ് വിൻ്റർ സോൾസ്റ്റിസ് അഥവാ ശൈത്യ അയനാന്ത ദിനം എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ആയിരിക്കും അല്ലെങ്കിൽ ദക്ഷിണായന രേഖയിലായിരിക്കും വരിക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ സമ്മർ സോൾസ്റ്റിസിൽ പറഞ്ഞത് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആണ്. ഇവിടെ വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും വരുന്നത്. ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ്. എന്താണ്? ദൈർഘ്യം കുറഞ്ഞ പകലും ദൈർഘ്യം കൂടിയ രാത്രിയുമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 ടോപ്പിക്സ്. അപ്പോൾ വിൻ്റർ സോൾസ്റ്റിസ്, ശൈത്യ അയനാന്ത ദിനം, ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ് ആയിരിക്കും പ്രത്യേകത. ഏതൊക്കെ ഡേറ്റാണ്? ഡേറ്റ് നമ്മൾ പറഞ്ഞു ഡിസംബർ 22. എവിടെ ആയിരിക്കും സ്ഥാനം? ആപേക്ഷിക സ്ഥാനം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലായിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു. ഇതാണ് 3 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ 3 ടോപ്പിക്സ് എങ്ങനെയാണ് നമുക്ക്
ജസ്റ്റ് ഈ ഒരു ടേബിളിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ടൈം പീരീഡ് വെച്ച് പറയുകയാണെങ്കിൽ മാർച്ച് 21 ടു ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും അല്ലെങ്കിൽ വസന്തമായിരിക്കും. ആ സമയത്ത് ഏത് സീസണാണ്? ഓട്ടം. ഓക്കെ, ജൂൺ 21 ടു സെപ്റ്റംബർ 23 നമുക്ക് കണക്റ്റ് ചെയ്ത് പറയാൻ സാധിക്കുന്നു സമ്മർ ആയിരിക്കും, ഗ്രീഷ്മമായിരിക്കും. ആ സമയത്ത് ഏതാണ്? സതേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും. ദെൻ സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 ഏത് സീസൺ ആയിരിക്കും? ഓട്ടം ആയിരിക്കും, ഹേമന്തമായിരിക്കും. നെക്സ്റ്റ് സതേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും. ഈ ഒരു ഡേറ്റിൽ ഡിസംബർ 22 മാർച്ച് 21 ആ ഒരു കാലയളവിൽ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ ആയിരിക്കും, സതേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആയിരിക്കും. ഇത്രയുമാണ് ആ ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ താഴെയായിട്ട് പറഞ്ഞേക്കുന്നത്. ഒരുപാട് ലെങ്ത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒറ്റ ടേബിൾ വെച്ച് നമുക്ക് ഷോർട്ടായിട്ട് അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ദെൻ 3 സബ് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ഇക്വിനോക്സസ്, വിഷുവങ്ങൾ, ദെൻ സമ്മർ സോൾസ്റ്റിസ്, ഗ്രീഷ്മ അയനാന്ത ദിനം, അതുപോലെ തന്നെ വിൻ്റർ സോൾസ്റ്റിസ് ഏതാണ്? ശൈത്യ അയനാന്ത ദിനം. ഇത്രയും ടോപ്പിക്സാണ് അതിൻ്റെ താഴെയായിട്ട് കീഴിൽ വരുന്നത്. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമ്മൾ ഇത്രയും 2 ടോപ്പിക്സാണ് കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് കൺസിഡർ ചെയ്ത് ഏതാണ്? സീസൺസ് എങ്ങനെ വരുന്നതെന്നുള്ള റീസൺസ് നമ്മൾ പറഞ്ഞു. റെവല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, പരിക്രമണം എന്താണെന്ന് പറഞ്ഞു. ദെൻ അച്ചുതണ്ടിൻ്റെ സമാന്തരത, പാരലലിസം ഓഫ് ദ എർത്ത് ആക്സിസ്. അതിനുശേഷം അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം എന്താണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം സൂര്യൻ്റെ അയനം, സീസൺസും കുറച്ച് ഡേറ്റ്സുമുള്ള കുറച്ച് കണ്ടൻ്റ് ആയിരുന്നു. ആ കണ്ടൻറ്റ് നമ്മൾ ഷോർട്ടാക്കി ട്രിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് 3 ടോപ്പിക്സ് അതിൻ്റെ അണ്ടർലായിട്ട് വരുന്നുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഇക്വിനോക്സ്, സമ്മർ സോൾസ്റ്റിസ് ആൻഡ് വിൻ്റർ സോൾസ്റ്റിസ്. ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ ആ ഒരു 2 ടോപ്പിക്സ് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.